2018 ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളിൽ വാദം ഏപ്രിൽ 7 മുതൽ 9-അംഗ ഭരണഘടനാ ബെഞ്ചാകും വാദം കേൾക്കുക. ഹർജിയെ പിന്തുണയ്ക്കുന്നവരുടെയും എതിർക്കുന്നവരുടെയും വാദങ്ങൾ പ്രത്യേകമായി തന്നെ കോടതി കേൾക്കും. അതിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ അടക്കമുള്ള കക്ഷികൾ മാർച്ച് 15 മുൻപായി വാദങ്ങൾ എഴുതി നൽകണം. 9-അംഗ ബെഞ്ചിനെ ചീഫ് ജസ്റ്റിസ് ആകും തീരുമാനിക്കുന്നത്. സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് ഭക്തർക്ക് അനുകൂലമായ നിലപാടാണ് എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയം. യുവതീ പ്രവേശന വിധി പുനഃപരിശോധിക്കണമെന്നുള്ള സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതി കൃത്യമായി ഈ വിവരങ്ങളൊക്കെയും ധരിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് ചേർന്നുണ്ട്. ശ്രീകാന്ത്, എന്തായാലും നിർണായകമായ നിലപാട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. ഇനി എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? മാർച്ച് 15 മുൻപ് ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ കക്ഷികളും ഈ വിഷയത്തിൽ അവരുടെ നിലപാട് എഴുതി നൽകാൻ സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ ഒരു 9-അംഗ ഭരണഘടനാ ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്നതിന് വേണ്ടി ഇതിന് മുന്നോടിയായി തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിശ്ചയിക്കും. അവരായിരിക്കും ഇതിൽ വാദം കേൾക്കുന്നത്. ഇപ്പോൾ ഒരു അമിക്കസ് ക്യൂറിയെ കൂടി, ഇപ്പോൾ രണ്ടാമതൊരു അമിക്കസ് ക്യൂറിയെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിട്ടുണ്ട്. നോഡൽ കൗൺസിൽമാരെ ഇതിനോടകം തന്നെ കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് നിശ്ചയിച്ചു കഴിഞ്ഞു. ഏപ്രിൽ 7 വാദം ആരംഭിക്കും എന്നുള്ളതാണ് കോടതി ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഏപ്രിൽ 22 വാദം പൂർത്തിയാക്കാനും കോടതി തീരുമാനിച്ചിട്ടുണ്ട്. അതായത് അതിവേഗത്തിൽ ഈ കേസിന്റെ വാദം പൂർത്തിയാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അത് മാർച്ച് 15 മുൻപുള്ള ദിവസങ്ങളാണ്. അതായത് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ നിലപാട് അറിയിക്കേണ്ടത് മാർച്ച് 15 മുൻപാണ്. യുവതീ പ്രവേശനം വേണോ വേണ്ടേ എന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത സാഹചര്യമാണ്. മുൻ നിലപാടിൽ പിണറായി വിജയൻ സർക്കാർ ഉറച്ചു നിൽക്കുമോ അതോ പിന്നോക്കം പോകുമോ? അതാണ് കാത്തിരുന്ന് കാണേണ്ടത്. മറ്റൊന്ന്, കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഭക്തർക്കൊപ്പമാണ് എന്ന കാര്യം ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. മുഴുവൻ പുനഃപരിശോധനാ ഹർജികളും അനുവദിക്കണം. ഇതായിരുന്നു ഇന്ന് തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയെ അറിയിച്ചത്. അതായത് ഭക്തർക്കൊപ്പം അടിയുറച്ചു നിൽക്കുന്നു കേന്ദ്ര സർക്കാർ. ഇനിയും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല സംസ്ഥാനം. ശരി, ശ്രീകാന്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.